ഒരു കഥ കേട്ടാലോ? സുന്ദരിയുടെയും ഭീകരസത്വത്തിന്റെയും കഥ. ഈ കഥയുടെ ഒന്നാം ഭാഗമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. തുടങ്ങാം. ഒരിക്കൽ ഒരിടത്ത് ധനികനായ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. 3 പെൺമക്കളോടൊപ്പം അയാൾ പ്രൗഢിയുള്ള ഒരു വീട്ടിൽ സകല ആഡംബരത്തോടും കൂടിയാണ് കഴിഞ്ഞു വന്നത്. മക്കൾ 3 പേരും സുന്ദരികളായിരുന്നു. എന്നാൽ മൂന്നാമത്തവളായിരുന്നു അതിസുന്ദരി. എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും. ചിരിക്കുമ്പോൾ സുന്ദരമായ ആ മുഖത്ത് 2 നുണക്കുഴികൾ തെളിയും. അവളും അവളുടെ പുഞ്ചിരിയും അത്ര മനോഹരമായതിനാൽ അവൾ സുന്ദരി എന്നാണ് അറിയപ്പെട്ടത്. സുന്ദരിയുടെ ചേച്ചിമാർ പകൽ മുഴുവൻ പട്ടുമഞ്ചത്തിൽ നീണ്ടു നിവർന്നു കിടക്കും. അല്ലാത്തപ്പോൾ മുഖക്കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യത്തെ പ്രശംസിച്ചു കൊണ്ടിരിക്കും. എന്നാൽ സുന്ദരിക്ക് ഇതിനേക്കാൾ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നെന്നോ. അടുത്തുള്ള വീടുകളിലെ പാവപ്പെട്ടവരെയും വൃദ്ധരെയും സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ച് സമയത്തിന്റെ 3/4 പങ്കും അവൾ ചെലവാക്കും. ഒരുപാട് ധനിക യുവാക്കൾ ഈ സഹോദരിമാരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. മൂത്ത 2 സഹോദരിമാരും എപ്പോഴും അത് നിരസിച്ചു. കാരണം ഒരു രാജാവോ രാജകുമാരനോ തങ്ങളുടെ വരനായി വരുമെന്ന പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ സുന്ദരി ഈ യുവാക്കളോടെല്ലാം ആദ്യം തന്നെ നന്ദി പറഞ്ഞു. പിന്നീട് വിവാഹിതയാകാൻ തക്ക പ്രായം തനിക്കിനിയും ആയിട്ടില്ലെന്ന് ക്ഷമാപണപൂർവ്വം അവരെ അറിയിക്കുകയും ചെയ്തു. വീണ്ടും ഒരു കാര്യം കൂടി അവൾ ഒരു നനുത്ത ചിരിയോടെ വിവരിക്കും. ഈ വീട്ടിൽ തന്നെ താമസിച്ച് വാർദ്ധക്യകാലത്ത് എൻ്റെ പിതാവിനെ സംരക്ഷിക്കണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. ഒരു ദിവസം പ്രാതലിന്റെ സമയത്ത് പരിചാരകൻ വെള്ളിത്താലത്തിൽ ഒരു കത്തുമായി വന്നു. അത് വായിച്ച അവരുടെ പിതാവ് ആകെ വിളറി വെളുത്തുപോയി. കൊടുങ്കാറ്റിൽ നമ്മുടെ കപ്പലുകളെല്ലാം നഷ്ടപ്പെട്ടു. നാം വെറും ദരിദ്രരായി തീർന്നിരിക്കുന്നു. നാം കുടിലിലേക്ക് താമസം മാറേണ്ടി വരും. ഉപജീവനത്തിനു വേണ്ടി ചെയ്യാവുന്ന ഏതു ജോലിയുണ്ടെന്നു കണ്ടെത്തുകയും വേണം. ജോലിയോ? രോക്ഷത്തോടുകൂടി ഏറ്റവും മൂത്ത പെൺകുട്ടി ചോദിച്ചു. രണ്ടാമത്തവളാകട്ടെ ഇനി ഒരിക്കലും കിട്ടുകയില്ലെന്ന ചിന്തയോടെ തന്റെ കയ്യിലിരുന്ന റൊട്ടി കഷ്ണത്തിൽ ആവശ്യത്തിൽ കൂടുതൽ സ്ട്രോബെറി ജാം അടുക്കടുക്കായി പുരട്ടിക്കൊണ്ടിരുന്നു. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സുന്ദരി പറഞ്ഞു. അച്ഛന്റെ അടുത്തുപോയി അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തലോടിക്കൊണ്ട് അവൾ തുടർന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ഉള്ളിടത്തോളം കാലം എല്ലാം ശരിയാകും. നമുക്കിന്ന് രാത്രി നൃത്തത്തിന് പോവാം. വിവാഹം കഴിക്കാനുള്ള ഒരു ജോഡി ധനിക യുവാക്കളെ അങ്ങനെ കണ്ടെത്താൻ നമുക്ക് കഴിയും, സുന്ദരിയുടെ സഹോദരിമാർ പറഞ്ഞു. പക്ഷേ അവർ ദരിദ്രരായി എന്നറിഞ്ഞതിനാൽ ആരും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. സുന്ദരി എവിടെയാണ്? നാളെ ഞാൻ അവളെ വിവാഹം കഴിക്കാം. അവൾക്ക് എന്നെ സന്തുഷ്ടനാക്കാൻ കഴിയുമെന്ന് തീർച്ചയുണ്ട്, എല്ലാ യുവാക്കളും ഒരുപോലെ പറഞ്ഞു. ഇത് കേൾക്കെ മൂത്ത സഹോദരിമാർ രോഷാകുലരായി. മുൻകോപക്കാരായ അവർ അമർഷത്തോടെ അവളെ നെറ്റി ചുളിച്ചു നോക്കി. ആ നോക്കി നിൽപ്പ് അവരെ കൂടുതൽ വിരൂപരാക്കി. അധികം താമസിയാതെ തന്നെ കച്ചവടക്കാരനും മക്കൾക്കും ആ മണിമന്ദിരത്തിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നു. ഗ്രാമപ്രദേശത്തിനു നടുവിലുള്ള ഒരു ചെറിയ ഭവനത്തിൽ അവർ താമസവും തുടങ്ങി. അവർ കടന്നു ചെല്ലുമ്പോൾ ആ വീട് ആകെ ഇരുളടഞ്ഞ് മ്ലാനമായി ഒട്ടും നന്നല്ലാതെയാണ് കിടന്നത്. മൂത്ത 2 സഹോദരിമാർക്കും തങ്ങളുടെ പുതിയ വീട് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അത് വാസയോഗ്യമാക്കാനായി മെയ്യനക്കാൻ പോലും തയ്യാറാവാതെ പരുഷമായി പിറുപിറുത്തു. ഇത്തരം ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ താമസിക്കേണ്ടി വരുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? അപ്രകാരം പുലമ്പിക്കൊണ്ട് അവർ അടുപ്പിന്റെ അടുത്ത് കൂനിക്കൂടിയിരുന്നു. എന്നാൽ സുന്ദരിയാകട്ടെ ഒരു മുന്നാരത്തുണി ചുറ്റിക്കൊണ്ട് വീട് വൃത്തിയാക്കാൻ തുടങ്ങി. അവൾ മുറി മുഴുവൻ ചായം പൂശി, എല്ലായിടത്തും പൂക്കൾ വെച്ചു. ഇടവഴിക്ക് താഴെ താമസിക്കുന്ന വിറക് വെട്ടുകാരനെ കണ്ടപ്പോഴൊക്കെ അവൾ കരുണയോടെ പുഞ്ചിരിച്ചു. അവളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ട അയാൾ അവൾക്കൊരു കെട്ടു വിറകു നൽകി. അതുകൊണ്ടവൾക്ക് എല്ലാ മുറികളിലും ചൂട് പകരാനായി അടുപ്പ് കത്തിക്കുവാൻ കഴിഞ്ഞു. പെട്ടെന്നു തന്നെ വീട് മുഴുവൻ ബോർമ അടുപ്പിൽ ചുട്ടെടുക്കുന്ന അപ്പത്തിന്റെ മണം നിറഞ്ഞു. ജോലി ചെയ്യുമ്പോഴും അവൾ പാടുന്നുണ്ടായിരുന്നു. ഈ ദുഃഖകരമായ അവസ്ഥയിലും തനിക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു. എല്ലാ പ്രഭാതത്തിലും
അവളുടെ ചേച്ചിമാർ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാതെ അലസമായി അവിടെ തന്നെ കിടന്നു. വൈകി എഴുന്നേറ്റ അവർ കുത്തിയിരുന്ന് കൂടുതൽ ശക്തിയോടെ തങ്ങളുടെ വിധിയെ പഴിച്ച് പിറുപിറുത്തു. പക്ഷേ സുന്ദരിയാകട്ടെ കിളികൾ ഉണരുന്ന സമയത്തു തന്നെ ഉണർന്ന് ആശ്വാസവാക്കുകളുമായി അച്ഛനെ എതിരേൽക്കാൻ ചെല്ലും. വറുത്ത കൂണുണ്ട് പ്രഭാത ഭക്ഷണത്തിന്. ഞാൻ ആ മരക്കൂട്ടത്തിനിടയിൽ കൂണിന്റെ ഒരു നിധി തന്നെ കണ്ടെത്തി, അവൾ അച്ഛന്റെ ചെവിയിൽ പറഞ്ഞു. ഇപ്പോൾ നീയാണെന്റെ നിധി മകളെ, നിറകണ്ണുകളോടെ അച്ഛൻ പറഞ്ഞു. ഇല്ലായ്മയുടെ ദുഃഖവും സന്തോഷവും അറിഞ്ഞ് ഏതാണ്ട് ഒരു വർഷത്തോളം അവർക്ക് മുന്നിലൂടെ കടന്നുപോയി. അതിനിടെ ഒരു ദിവസം ഒരു സന്ദേശവാഹകൻ ആ കുടിലേക്ക് വന്നു. കച്ചവടക്കാരന്റെ ഒരു കപ്പൽ യാദൃശ്ചികമായി തുറമുഖത്ത് അടുത്തിരിക്കുന്ന വിവരം അയാൾ അറിയിച്ചു. ആ കപ്പൽ തകർന്നിരുന്നില്ല, പകരം വളരെ അകലെയുള്ള ഒരു രാജ്യത്ത് അഭയം തേടിയിരിക്കുകയായിരുന്നു. അവസാനം ഇപ്പോൾ അത് തുറമുഖത്തെത്തിയിട്ടുണ്ട്, നിറയെ ചരക്കുകളുമായി. തുറമുഖത്തേക്ക് പോയി ഞാൻ അതിലെ ചരക്കുകളൊക്കെ ഇനം തിരിച്ചെടുക്കട്ടെ, കച്ചവടക്കാരൻ പറഞ്ഞു. ആ, ഞാൻ തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വാങ്ങി വരേണ്ടത്? അവസാനം പുതിയ ഉടുപ്പുകൾ കിട്ടാൻ പോകുന്നു, മൂത്ത സഹോദരന്മാർ പറഞ്ഞു. ഞങ്ങൾക്ക് പുതിയ മുഖലേപനങ്ങൾ, പട്ടുകാലുറകൾ, അമൂല്യരത്നങ്ങൾ, പരിമള തൈലങ്ങൾ, തൂവൽ തൊപ്പികൾ, അങ്ങനെ അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് വേണം. നിനക്കോ സുന്ദരി? അവളോട് പിതാവ് ചോദിച്ചു. നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എനിക്കൊരു റോസാപ്പൂ വേണം, സുന്ദരി പറഞ്ഞു. മനോഹരമായ ഒരു പിങ്ക് റോസാപ്പൂവ്. കച്ചവടക്കാരന് തുറമുഖത്തെ കാര്യങ്ങളൊക്കെ തീർക്കാൻ കുറേ ദിവസങ്ങൾ വേണ്ടി വന്നു. അവസാനം ജോലിയൊക്കെ ഒതുക്കി അയാൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. മക്കൾക്കുള്ള സമ്മാനങ്ങൾ എടുക്കാൻ അയാൾ മറന്നില്ല. അവരുടെ പട്ടിക പ്രകാരമുള്ളതെല്ലാം കണ്ടെത്തി. പക്ഷേ മഞ്ഞുകാലമായതിനാൽ ഒരു റോസാപ്പൂ കണ്ടെത്താൻ മാത്രം അയാൾക്ക് കഴിഞ്ഞില്ല. മുള്ളുകളുള്ള കുറ്റിച്ചെടികൾ മാത്രമാണ് ആ ഋതുവിൽ വളർന്നു നിന്നിരുന്നത്. വീട്ടിൽ നിന്ന് അധികം അകലെയല്ലാത്ത ഒരിടത്തെത്തിയപ്പോൾ പെട്ടെന്ന് ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാവുകയും മഞ്ഞ് അദ്ദേഹത്തെ പൊതിയുകയും ചെയ്തു. മഞ്ഞുവീഴ്ച അത്ര കഠിനമായതുകൊണ്ട് കുതിരയ്ക്ക് വഴിതെറ്റി. കച്ചവടക്കാരൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. യാത്രയിൽ മഞ്ഞുപാളികൾ അയാളുടെ തൊപ്പിയിൽ വീണ് ഉറഞ്ഞു കട്ടിയായി. തണുപ്പിൽ നിന്നു രക്ഷപ്പെടാൻ ഒരു താവളം ഉടനെ കണ്ടെത്താനാകുമെന്ന് അയാൾ പ്രത്യാശിച്ചു. വിശന്ന ചെന്നായ്ക്കളുടെ ഓരിയിടൽ അകലെ നിന്ന് അയാൾക്ക് കേൾക്കാമായിരുന്നു. അതയാളെ ഉത്കണ്ഠാകുലനാക്കുകയും വേഗം കൂട്ടാൻ കുതിരയെ തിടുക്കപ്പെടുത്തുകയും ചെയ്തു. ഇനി ഇതിൽ കൂടുതൽ പോകാനാവില്ലെന്ന് അവസാനം അയാൾക്ക് തോന്നി. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഞ്ഞുപാളുകൾക്കിടയിലൂടെ ഒരു മങ്ങിയ വെളിച്ചം അയാൾ കണ്ടു. മനോഹരമായ ഒരു കൊട്ടാരത്തിൽ നിന്നാണ് ആ പ്രകാശം വരുന്നതെന്ന് അയാൾ വിസ്മയത്തോടെ തിരിച്ചറിഞ്ഞു. കച്ചവടക്കാരൻ കൊട്ടാരവാതിലിൽ മുട്ടി. ആരും വാതിൽ തുറന്നില്ല. അയാളുടെ കുതിരയും ക്ഷീണിച്ചവശനായിരുന്നു. അയാൾ അതിനെ ഒഴിഞ്ഞ കുതിരാലയത്തിൽ കെട്ടി. അവിടെ വെള്ളവും കാലിത്തീറ്റയും വച്ചിരിക്കുന്നതായി അയാൾ കണ്ടു. അതിനുശേഷം കച്ചവടക്കാരൻ കടുത്ത മഞ്ഞിലൂടെ പരിക്ഷീണനായി കൊട്ടാരത്തിലേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തി അയാൾ കനത്ത മുൻവാതിൽ തള്ളിയതും കറകറ ശബ്ദത്തോടെ അത് തുറന്നു വന്നു. ഹലോ, കച്ചവടക്കാരൻ വിളിച്ചു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു മറുപടിയും ഉണ്ടായില്ല. അതുകൊണ്ടയാൾ പ്രവേശന മുറിയിലൂടെ നടന്ന് ആളിക്കത്തുന്ന അടുപ്പുള്ള വിശാലമായ ഒരു മുറിയിലേക്ക് പ്രവേശിച്ചു. പൊരിച്ച കോഴിയുടെ കൊതിപ്പിക്കുന്ന മണം അവിടെ പരക്കുന്നുണ്ടായിരുന്നു. അവിടെ അതാ സ്വർണപ്പേട്ടികളും കത്തിയും മുള്ളുമൊക്കെ നിരത്തിവെച്ച ഒരു മേശ. നനഞ്ഞ കോട്ട് ഊരിമാറ്റിയിട്ട് അയാൾ ഊണുമേശക്കരികിലേക്ക് ചെന്നു. ഇവിടെ ആരാണോ താമസിക്കുന്നത് ആ ആളിന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ വിഷമമുണ്ടാകില്ലെന്ന് എനിക്ക് തീർച്ചയുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ അവിടെ തന്നെ കാത്തിരിക്കാൻ തുടങ്ങി. കാത്തിരിപ്പ് നീണ്ടു നീണ്ടു പോയി. ഭിത്തിയിലെ സ്വർണ്ണനാഴികമണി 11 അടിച്ചപ്പോൾ കച്ചവടക്കാരന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ പൊരിച്ച കോഴി കടന്നെടുത്തു. അതിന് അപ്പോഴും ചൂടും മൃദുത്വവും ഉണ്ടായിരുന്നു. അത് മുറിച്ച് കഷ്ണങ്ങളാക്കി അയാൾ കഴിക്കാൻ തുടങ്ങി. അത്ര സ്വാദിഷ്ടമായ ഒരു ആഹാരവും അയാൾ അതിനു മുൻപ് രുചിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മറ്റു തീന്മേശ പാത്രങ്ങളിൽ വറുത്ത ഉരുളക്കിഴങ്ങും മൊരിച്ച ഉള്ളിവളയങ്ങളും
പയറും ഉണ്ടായിരുന്നു. അത് മഞ്ഞുകാലമാണെങ്കിലും അവയ്ക്കൊക്കെ തോട്ടത്തിൽ നിന്ന് അപ്പപ്പോൾ പറിച്ചെടുത്ത പച്ചക്കറിയുടെ രുചിയാണെന്ന് അയാൾ അറിഞ്ഞു. അതൊക്കെയും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിപ്പാത്രത്തിൽ ഇരിക്കുന്ന സ്ട്രോബെറി പഴങ്ങളും പാൽപ്പാട ചേർത്തുണ്ടാക്കിയ കൊഴുത്ത മധുരപദാർത്ഥവും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം മുമ്പ് വരെ അതവിടെ ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് ആണയിട്ട് പറയാൻ കഴിയും. അത് കഴിക്കുന്നതിനു മുൻപ് അയാൾ തന്നോട് തന്നെ പറഞ്ഞു. അതുവരെ തിന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചുവന്നതും പഴുത്തതുമായിരുന്നു ആ സ്ട്രോബെറി പഴങ്ങൾ. അതിന് വളരെയേറെ മാധുര്യമുള്ളതായി അയാൾക്ക് അനുഭവപ്പെട്ടു. ഇത്രയുമായപ്പോഴേക്കും കച്ചവടക്കാരന് നല്ല ഉറക്കം വന്നു. ഉറങ്ങാൻ വല്ല വഴിയുമുണ്ടോ? ഒരുപാട് വലിയ മുറികളിലൂടെ കടന്ന് ആ കൊട്ടാരം മുഴുവൻ ഒന്ന് വിശദമായി പരിശോധിക്കുന്നതിന് അയാൾ തീരുമാനിച്ചു. അവസാനം അയാൾ ഒരു മുറിയിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു നെരിപ്പോട് എരിയുന്നുണ്ടായിരുന്നു. മേൽക്കട്ടിയുള്ള ഒരു കിടക്കയിൽ വിരിപ്പുകൾ മടക്കി വച്ചിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ കച്ചവടക്കാരൻ കർപ്പൂരത്തിന്റെ മണമുള്ള അലക്കിയ ആ പുതപ്പിനുള്ളിലേക്ക് വീണു. ഉടനെ തന്നെ ഗാഢമായ ഉറക്കത്തിലുമായി. പിറ്റേന്നു രാവിലെ കച്ചവടക്കാരൻ ഒരു ഞെട്ടലോടെയാണ് ഉണർന്ന് കിടക്കയിൽ എഴുന്നേറ്റിരുന്നത്. സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് ഒഴുകി പരന്നിരുന്നു. അയാൾ ചാടി എഴുന്നേറ്റ് ജാലകത്തിലൂടെ പുറത്തേക്ക് മിഴികൾ അയച്ചു. ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണോ എന്നറിയാൻ അയാൾ ഒന്നുകൂടെ കണ്ണു തിരുമ്മി നോക്കി. ഗ്രീഷ്മകാല വിലാസ ഭംഗി നിറഞ്ഞ ഒരു പൂന്തോട്ടമാണ് അയാൾ കണ്ടത്. എല്ലാ മഞ്ഞിൻ കണങ്ങളും അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം വലിപ്പമേറിയ റോസുകളുടെ പൂമെത്തകളും മരതക നിറമൂലുന്ന പുൽച്ചെടികളും. അയാളുടെ പഴയ വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പകരം അടുപ്പിന് സമീപത്തായി ഒരു ജോഡി പുതുവസ്ത്രങ്ങൾ വച്ചിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രം വെള്ളത്തിൽ അയാൾ മുഖം കഴുകി. എന്നിട്ട് ആ പുതിയ വസ്ത്രം ധരിച്ചു. അതയാൾക്ക് നന്നേ യോജിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഊണുമുറിയിലേക്ക് തിരികെ നടന്നു. അയാളുടെ ഇഷ്ടവിഭവങ്ങളായ സത്തുള്ള സോസിജുകൾ, ചിക്കിപ്പൊരിച്ച മുട്ടകൾ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും വെണ്ണ പുരട്ടി തിന്നാവുന്നതുമായ വൃത്താകൃതിയിലുള്ള സ്പഞ്ച് കേക്കുകൾ ഒക്കെ അവിടെ വെള്ളിപ്പാത്രങ്ങളിൽ കൂന കൂട്ടി വച്ചിരുന്നു. കൂടാതെ ഒരു പാന നിറയെ ചൂടുള്ള ചോക്ലേറ്റും. അയാൾ വയർ നിറയെ കഴിച്ചു. എന്നിട്ട് പോകാനായി എഴുന്നേറ്റു. ഇത്രത്തോളം എന്നെ സൽക്കരിച്ചതാരായാലും അവർക്ക് നന്ദി. കുതിരയ്ക്ക് ജീനി ഉറപ്പിക്കുവാനായി പോകുന്നതിനിടയിൽ അയാൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മനോഹരമായ പൂന്തോട്ടത്തിലൂടെ നടന്നു നീങ്ങവേ സുന്ദരിക്ക് കൊണ്ടു കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത റോസാപ്പൂവിന്റെ കാര്യം അയാൾക്ക് ഓർമ്മ വന്നു. ഈ വീട്ടുകാരൻ വളരെ മഹാമനസ്കനാണ്. ഒരു പൂ പറിച്ചാൽ അദ്ദേഹം ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല, അയാൾ തന്നോട് തന്നെ പറഞ്ഞു. എന്നിട്ട് ഒരു പൂവ് ആ തോട്ടത്തിൽ നിന്നും അടർത്തിയെടുത്തു. ഉടൻ തന്നെ വലിയൊരു അലർച്ച കേൾക്കുകയും ഒരു ഭീകര സത്വം അയാളുടെ മുന്നിലേക്ക് വരികയും ചെയ്തു. ആ സത്വത്തിന്റെ രൂപം വളരെ ഭീകരമായതിനാൽ കച്ചവടക്കാരൻ ഏറെക്കുറെ മോഹല്യാസപ്പെട്ടു. കൊടുങ്കാറ്റിൽ നിന്നും മഞ്ഞിൽ നിന്നും ഞാൻ നിനക്ക് രക്ഷാസ്ഥാനം നൽകി. ഞാൻ നിനക്ക് ഭക്ഷണം തന്നു, വസ്ത്രം തന്നു. എന്നിട്ട് നീ എന്താണ് എന്നോട് ചെയ്തത്? കച്ചവടക്കാരൻ നടുങ്ങി വിറച്ചു. പിന്നീട് എന്തു സംഭവിച്ചു എന്നറിയണ്ടേ? തുടർന്നുള്ള കഥ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.